അയ്യോ സാർ, എന്തായി? എന്താ പ്രശ്നം? ആ സുമംഗലിന്റെ ബൈക്ക് ഓണർ വന്നുണ്ട്. സുമംഗലാറ? ആ ബംഗാളി പയ്യൻ. ആ, താനൊരു കാര്യം ചെയ്യും, ആ വിശാലിനോടും കേട്ടിനോടും ഇങ്ങോട്ട് വരാൻ പറ. ആ കേട്ടി എത്ര തവണ വിളിക്കണോട്? 12:30 കഴിയുമ്പോൾ ആ ചമ്പ്രോട്ടത്ത്. ആ പൈസ ഞാൻ വന്നിട്ട് വരാം. ഇരിക്കും സാർ. ബൈക്കിൻ്റെ ഓണറാണ് സാർ. ഇവിടെ തന്നെ പൂട്ടാനുള്ള വകുപ്പുണ്ട്. ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോട് വണ്ടിയും കൊടുത്ത് വിടുന്നേ? സാറേ ഞാനാർക്കും വണ്ടി കൊടുത്തില്ല. പിന്നെ ഇവൻ എന്റെ വീട്ടിൽ നിന്ന് ഒന്നും എടുത്തോണ്ട് വന്നാ സാറേ. ഭാര്യ വിളിച്ച് പറഞ്ഞപ്പോഴാണ് സാറേ ഞാൻ സംഭവം അറിയണത്. सारे झूठ बोल रहे हैं। उसका बीवी ने मुझे बैग दिया है सीमेंट लेने के लिए। झूठ बोल रहे हैं। തന്റെ ഭാര്യ കൊടുത്താണെന്ന് പറയണു സിമെന്റ് വാങ്ങാൻ. ഭാര്യ? സാറേ വീട്ടിൽ ഇഷ്ടം പോലെ സിമെന്റ് ഇരിക്കാണ്, ചാക്കണക്കെ ഇരിക്കാണ്. ഇവൻ നോണ പറയാണ് സാറേ. ഇവന്റെ പേരിൽ വണ്ടി मैं चोरी नहीं किया भाई. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റൂല. ഈ ഒരു കാര്യം ചെയ്യ്, 2000 ഉറുപ്പിക നമ്മളെ ചെക്കന്മാർക്ക് കൊടുത്ത് ഇതങ്ങോട്ട് തീർത്താളാ. എന്തേ? അത് മതി. 2000 രൂപയുടെ കേസുള്ളൂ, അതങ്ങോട്ട് കൊടുത്തത് സോൾവ് ചെയ്യും. അതെ സാർ 2000 രൂപ 10 ഉറുപ്പ് പോലും എൻ്റെ അടുത്തില്ല സാറേ. पैसे देने से छोड़ देगा क्या? പൈസ എടുക്ക്. 600 रुपया സാർ ഇത് 600 രൂപയുള്ളൂ. ये बस 600 रुपये है. 2000. मेरा पास नहीं है ना और पैसे. 2000. तो एक काम करो ना, दोस्त लोग है, फोन करो, पैसा दो, निकलो यहाँ से. हेलो जल्दी आप पैसा ले. എടോ വാങ്ങി വിളിക്ക്. हेलो, तुम्हारा फ्रेंड पुलिस स्टेशन में. हाँ पैसा मणि 1400 रुपये. 2000 रुपये. हाँ 2000 रुपये. ब्रिंग अर्जेंटली ब्रिंग. मैं जाके लेके आऊँ. ഓക്കെ, അപ്പോൾ കേട്ടി തൽക്കാലത്തേക്ക് കേസ് സോൾവ് ആയി. ഇവൻ്റെ കൂട്ടുകാരൻ പൈസ കൊണ്ടുവരും, അതുപോലെ പ്രശ്നമല്ല ഇവിടെ വെച്ച് അവസാനിപ്പിക്കും. ആ അപ്പോൾ ശരി. പൈസ കൊണ്ടുവരല്ലോ. ഓ മഹാറാമ്പർ പരിയടാ. झूठ बोल रहे हैं. സന്തോഷായില്ല മോനെ. അപ്പോൾ വിശാല ഒരു കാര്യം ചെയ്യും, ഇവന്റെ കൂട്ടുകാർ വന്ന് മുഴുവൻ പൈസ തരാണ്ട് ഇവനെ പുറത്തേക്ക് വിടണ്ട, ഇവന് ഇവിടെ ഇരിക്കട്ടെ. सारे झूठ बोल रहे हैं. मैं बैग चोरी नहीं किया सर. निकल मैं चोरी नहीं किया. ये लोग मुझे फंसा रहे हैं. എന്താടോ? ഹലോ, എനിക്ക് പേടിയാവുന്നുണ്ട്. അതൊന്നും കാര്യമാക്കണ്ട, പോലീസുകാരിങ്ങനെയാ, മനസ്സിലായോ? നമ്മളെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക. അതെ, രണ്ടുപേരും വർത്താനം പറഞ്ഞു നിൽക്കാതെ അവിടെ SI വിളിക്കുന്നുണ്ട്. എന്താ തീരുമാനം? ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനം. പക്ഷെ അതിന് സാർ ഞങ്ങളെ സഹായിക്കണം. ഞങ്ങൾക്ക് പോലീസിൻ്റെ പ്രൊട്ടക്ഷൻ തരണം. നിന്റെയൊക്കെ കുത്തിക്കഴപ്പിന് കാവലിരിക്കുന്ന ആളുകളല്ല പോലീസ്. നമ്മുടെ താടി ഞാൻ വീട്ടുകാരായിട്ട് സംസാരിക്കാം. എന്തിന് സാർ വീട്ടിലേക്ക് വിളിക്കല്ലേ സാറേ? വീട്ടിൽ പ്രശ്നമുണ്ടല്ലേ സാർ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്? ഇതാരാ തീരുമാനിക്കുന്നത്? നീയാണോ ഞാനാണോ? ഞാനാണോ നീയാണോ തീരുമാനിക്കുന്നത്? അല്ല സാർ, അത് ഹലോ, വീട്ടിലേക്ക് വിളിച്ചാ അജ്ഞാത ജഡമല്ലേ, അത് തള്ളി വിടറോ, അതൊഴുകി അടുത്ത സ്റ്റേഷന്റെ പരിധിയിലേക്ക് പോയിക്കോളും. ഇങ്ങനെ എല്ലാത്തിനും എന്നെ വിളിച്ച് ചോദിക്കണമെന്നില്ല. പോലീസിന് ഈ കാര്യത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ ഹൈക്കോടതിയുടെ ഉത്തരവ് വേണം. അല്ലാണ്ട് വരുന്നവർക്കും പോകുന്നവർക്കും പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റില്ല. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഡയലേ നമ്പർ ഡയലേ. അല്ല സാർ, നമ്പർ ഡയലേ സാർ ചെയ്യടി. പൊന്നാനി പോലീസ് സ്റ്റേഷൻ SI ആണ്.
നിങ്ങളെ മോൾ എവിടെയുണ്ട്? ചെറിയ പ്രശ്നത്തിലാണ്. ആ ഇപ്പൊ തന്നെ വാ. അച്ഛൻ്റെ പേര് ഷൺമുഖൻ. അമ്മ ഒരു മിനിറ്റ്. ഇല്ല, ഞാൻ പോലീസ് സ്റ്റേഷനിലാ. ഇന്നിവിടെ കുറച്ച് പണിയുണ്ട്. ഉച്ചയ്ക്ക് മീനൊന്നും കൊണ്ടുവരാൻ എന്നെ കൊണ്ട് കഴിയൂല. നിങ്ങൾ എന്താ വെച്ചാൽ വാങ്ങിയിട്ട് കൂട്ടാൻ പറ്റുമോ? ആ ശരി മാ. ശരി, സിയെ കണ്ടാൽ മതി. ശിവോ हेलो जल्दी आ, मैं कितना टाइम से उठ कर रहा हूँ इधर और कितना उठ करेगा? ജൽദി ആ. അല്ല സാർ എവിടെയാ പണി? ഏയ് എന്താ ചോദിച്ചറിയാണ്ടെന്ന്. सर मैं जाके पैसा लेके आऊँ? No, 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 no. 2,000 rupees depositing here and going. Go, go, sit, sit. क्या मैं लेके आया था बोलो? Baitra. എന്താ സാറേ ചോദിച്ചറിയാനുള്ളത്? വാ നടക്ക്. बुट्टा എന്തിനാ സാറേ വരാൻ പറഞ്ഞത്? എനിക്ക് ഷിയാബിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. എന്താ സാറേ? നമ്മുടെ ഈ സ്റ്റേഷൻ വളപ്പിലെ ബൈക്ക് ഉണ്ടല്ലോ, അതിൻ്റെ എൻജിൻ ഊരിയോ ഷിയാബ്? അതാണ് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തതല്ല. ആ മോഹൻ സാർ പറഞ്ഞ് വണ്ടി ലാലത്തെ പിടിച്ചിരിക്കണെന്ന്. ആഹാ അതിൻ്റെ എഞ്ചിൻ ഊരിയിട്ട് മൂപ്പരെ കോട്ടേഴ്സ് കൊണ്ടുവെക്കാൻ പറഞ്ഞ്. ആ ഞാൻ ആ ഊരി കൊണ്ടുപോകുമ്പോൾ അനിൽ സാറും നമ്മളെ റഷീദ് സാറൊക്കെ കണ്ടിരുന്നു. ആണോ? ആ പക്ഷെ മോഹനം പറഞ്ഞത് നിന്നോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണല്ലോ. അല്ല, എന്തെങ്കിലും കുഴപ്പമുണ്ടോ സാറേ? എൻ്റെ ഉമ്മാണ് സത്യം. എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഊരിയതല്ല. അതല്ലേ? ആ വേണമെങ്കിൽ സാറ് മോഹൻ സാറിനോട് ചോദിച്ചു നോക്കി. സത്യേറ്റവും മൂപ്പർക്കറിയാം. എന്താ സാറേ നീ പറയണല്ലത്? കാര്യങ്ങൾ ഇങ്ങനെയാണോ? സത്യേറ്റ് സത്യേറ്റ് ഞാനല്ല സാറേ. സാർ CI സാർ, CI സാർ ഇവനെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. ആ ഷിയാബ് അവിടെ ചെന്ന് കണകുണ പറയാൻ നിൽക്കരുത്. നീ കാര്യം കൂടെ സമ്മതിച്ചു. വലിയ ചാർജ് ഈടാക്കില്ല, കേസും തള്ളിപ്പോവും. അതുപോലെ എന്നെ കൊണ്ട് കഴിയൂല സാറ്, ഞാൻ സത്യം പറയും. ഇവനെ സിഐയുടെ ഓഫീസിലേക്ക് കൊണ്ടുപോകും. നീ ആ SI സാർ പറഞ്ഞ പോലെ സമ്മതിക്കുക. പിന്നെ വേറെ ഇതിന് ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഇതൊന്നും അറിയാൻ പാടില്ല. എന്നിട്ട് പറ, പിന്നെ അങ്ങോട്ട് പോയി. ആ നിങ്ങളൊന്ന് പുറത്തിരുന്നേ. ഓ വാ. ആ ഷിയാബേ ഇരിക്കടോ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. വാ. ഇതെന്തോടോ ആദ്യമായിട്ട് സ്റ്റേഷനിൽ വരുന്ന പോലെ? താൻ ടെൻഷനാവാതെ ഇരിക്കേ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വിളിച്ചതല്ലേ ഷിയാബേ? വെള്ളം വേണം? കുടിച്ചോ? മതിയോ? എന്നിട്ട് പറയും. പടച്ചോനാണ്, എൻ്റെ ഉമ്മാണ്. എന്നെ രക്ഷിക്കണം സാറേ. മോഹൻ സാറ് പറഞ്ഞത് ഞാൻ ചെയ്ത്. എനിക്ക് അത്ര ഉള്ളൂ സാറേ. ഷിയാബേ കാര്യങ്ങളിപ്പോൾ ആ വഴിക്കല്ല പോണത്. നീ നമ്മൾ പോലീസുകാരെ സ്ഥിരം സഹായിക്കുന്ന ആളല്ലേ? ബാക്കി പോലീസ് നോക്കിക്കോളൂ. നിനക്കൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. പോരെ? നീ ഇതങ്ങോട്ട് സമ്മതിക്കടാ. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ നോക്കിക്കോളാം. ഇതുവരെ സാറന്മാർ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിക്കണ്. പക്ഷേ ഇത് മോഷണക്കുറ്റാണ് സാറേ. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. അപ്പോൾ കാര്യങ്ങൾ കുഴയാണല്ലോ നേരെ. ശരി, തൽക്കാലം ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരുത്. ചെല്ലു. സാറേ, ഇത് പടച്ചം പൊറുക്കാത്ത കാര്യമാണ്. ഇതിനെന്നെ നിർബന്ധിക്കരുത്, ഞാൻ സമ്മതിക്കൂല. ചെല്ലു ഷിയാബേ. സാറേ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ നമ്മൾ ഇതൊക്കെ ചെയ്തത്. എന്നിട്ടിപ്പോൾ നമ്മളെ പെടുത്താനുള്ള പരിപാടിയാണല്ലേ സാറേ? സാറേ പടച്ചം പൊറുക്കില്ല സാറേ നിങ്ങളോട്. ആ സാറേ, ആ സാറ് രണ്ടാഴ്ചത്തുണ്ട് കടവനാണ്. അത് ഇതുവരെ സ്റ്റേഷൻ പരിധി നിന്ന് പോയില്ലേ? ഇല്ല സാർ, എന്ത് കഷ്ടമാണ്. എടോ കടവനാടേ അൺനാച്ചുറൽ ഡെത്ത് ഉണ്ട്. താനിപ്പോൾ തന്നെ പോയി ഇൻക്വസ്റ്റ് എടുത്തു. ഓക്കെ ओके सर. അവളോട് ചൂടാവണ്ട.
അത് നമ്മളെ ഇർഫാനല്ലേ? ചന്ദന ഇങ്ങനെ ഒരു കടുങ്കൈ കാണിച്ച് ഇത് വലിയ പ്രശ്നാവൂലേ? എന്താ ചെയ്തിരിക്കണെന്ന് വല്ല ബോധണ്ടാ? ഞാൻ പറയണൊക്കെ കേക്ക്. തള്ളേ നിങ്ങളിപ്പോ എന്തിനാ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? നിങ്ങൾക്കൊന്നും വേറെ പണി. ഇത് പോലീസ് സ്റ്റേഷനാ, അതിന്റെ ഒച്ച മൊഴിയൊക്കെ ഞാൻ തീരുമാനിച്ചോളാം. പോയ ഇവിടെ ആണുങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാം. മോളെ അങ്ങാടി പഠിക്കാൻ വിട്ടപ്പോ സമാധാനമായിട്ട് പോ. റീസർച്ചും മണ്ണാൻ കട്ടി ഓ തള്ള ഇവിടെ പോയ മതി മതി പോയേ. കളയാൻ വേണ്ടിട്ട് പന്നി നിർത്തിക്കോണം. ഇന്നത്തോടെ നിന്റെ പ്രേമം മണ്ണം കട്ടി. പന്നിക്കണ്ട ഇറച്ചി മീനും തിന്നിട്ട് എല്ലു കുത്തണ മാപ്പിളാര് കയറി നിരങ്ങളല്ലടാ ഞങ്ങളുടെ ജാതിക്കാര്. മനസ്സിലാവും? എന്താണോ ശ്രീകാന്ത് പിടിച്ചു കൊണ്ടോ? ചന്തയാണത്. ശ്രീകാന്ത് പറഞ്ഞല്ലേ ചന്ദ്രൻ ആരാന്ന് എനിക്ക് അറിയില്ല. ശ്രീകാന്ത് കുറെ നേരം মই ইয়াত কি কৰিম আৰু বহি আছো। এই ৰোড আছে নহয়, বাছ ষ্টেচন প্ৰণালী বুলি কয়। এই কাৰোবাক সুধিবি, অট'বালাক সুধিবি। অঁ ৰ মোক কৈ আছো ছাৰ, এইটো পুলিस स्टेशन फुल एड्रेस क्या सर? पुलिस स्टेशन का ना फुल एड्रेस बोलिए ना, उसको मालूम नहीं है उसको। ഹലോ ഉമ്മ. ഇല്ല ഉമ്മ, നിങ്ങൾ കഴിച്ചോളൂ. ഇല്ല, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ആ ശരി. ആ ദേവോ, അതെ ഷിയാബിനും പുറത്തൊരു ബംഗാളി ചക്കരിക്കുണ്ട്, അവനും അകത്ത് രണ്ടാൾക്കാരും കൂടി, അത് 4 കൂടി കൊണ്ടുവരും. സാറേ എനിക്ക് ചോറ് വേണ്ട സാറേ. ഏയ് വിശന്നിട്ടിരിക്കണ്ട, കഴിച്ചോ. വേണ്ട സാറേ, പൈക്കണില്ല, ഇന്നൊന്ന് വിട്ടാൽ മതി. SI വന്നിട്ട് വിടാം. കഴിച്ചോ, ഭക്ഷണം കൊടുക്കും. മോനിത് കഴിച്ചോ? ഭക്ഷണം കഴിക്കടോ. खाना का वो खाना 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 नहीं चाहिए मुझे, मेरा मोबाइल में चार्ज नहीं है। चार्जर है उधर उधर। पल्लो ഡ്യൂട്ടിയിലാണല്ലോ. ഇതാ ഇത് കഴിച്ചോളി. രണ്ടാളും ഭയങ്കര പോയത്താ കാട്ടിയെ. നിങ്ങളിങ്ങനെ നേരിട്ട് സ്റ്റേഷനിൽ വരാൻ പാടുണ്ടാ? എനിക്ക് കൂട്ടുകാരൊന്നുമില്ലടോ. എവിടെയെങ്കിലും ദൂരെ പോയി വല്ല രജിസ്റ്റർ മാരേജും കഴിച്ചൂടെ? കുറച്ച് ദിവസം എവിടെയെങ്കിലും മാറി താമസിക്കണം. അപ്പോൾ വീട്ടുകാരുടെ പരാതി നിങ്ങൾ പോലീസ് പിടിക്കും, കോടതി ഹാജരാക്കും. കോടതി നിങ്ങളെ ജീവിക്കാൻ വിടും. വേണമെങ്കിൽ കോടതി പറഞ്ഞ ഞങ്ങൾക്ക് പോലീസ് സംരക്ഷണം തരും. ഇനിയിപ്പോൾ കഴിച്ചോ കഴിച്ചോ. സമയം ഒരുപാടായി, ഭക്ഷണം കഴിക്കില്ലേ? കഴിക്കേ എവിടേക്കാ പോണേ? സാറേ ഒരു പുകയരും.
സത്യത്തിൽ എന്തെങ്കിലും പ്രശ്നം? അല്ല, ഞങ്ങളെ കുറച്ച് നേരം ഞാൻ ശ്രദ്ധിക്കും. പുതിയ സാരീൻ്റെ 2 ബ്ലൗസിൻ്റെ അടിക്കാൻ കൊടുത്തു. അത് കിട്ടിയില്ല. ചുരിദാറിൻ്റെ തുണിയൊക്കെ ഇവിടെ ഉണ്ട്. ആ ഒന്നും നിങ്ങൾ ഇങ്ങോട്ട് അയക്കണ്ട. നല്ലൊരു വാച്ച് കൊടുത്തു നിങ്ങൾ. അമ്മ ഇതാണ് വണ്ടി. എങ്ങനെയുണ്ട് അമ്മ? എങ്ങനെയുണ്ട്? സാറല്ലേ കഴിഞ്ഞ് ഇർഫു ഇതിന് പെരുത്തക്കായാവൂലേ? ഇതാ ഇതുമ്മ ഇത് ഓൾട്രേഷൻ ചെയ്തമ്മ. ബുള്ളറ്റ് ഇല്ലേ മാമൻ്റെ ഉള്ള ബുള്ളറ്റ് ഇല്ലേ, അത് ഓൾട്രേഷൻ ചെയ്താണിത്. മനസ്സിലായോ? ബോംബെ എനിക്കൊരു ചങ്ങായില്ലേ, ആന്ന് മൂപ്പര് വഴി നമ്മള് കൊറേ പരിപാടികളുണ്ട്. ഉമ്മ കയറും അന്ന് പള്ളി വരെ പോയിട്ട് വരാം. അമ്മ ഒന്ന് പള്ളി വരെ കറങ്ങിട്ട് വരാം. വാ ആന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതിനെത്തി കൊണ്ടുപോകാൻ പറ്റും. കേറുമ്മ വാ. കേറ്. കുഞ്ഞോളെ, ഈ ഒറ്റ ഒരുത്തി അവനെ ഇങ്ങനെ വസലാക്കണത്. എഞ്ചിനീയർ ആവാൻ പോയവനിപ്പോ വീട്ടിലിരുന്ന് എഞ്ചിൻ പണി എടുക്കാണ്. ഇജ്ജ് പണിക്കൊന്നും പോവില്ല. എന്നാ പിന്നെ ആ പള്ളിക്കെങ്കിലും വന്നൂടെ? നീങ്ങിന്നോളീന്ന്. ഡോക്ടർ അവിടെ ബില്ല് ഞാൻ ബില്ല് ചെയ്തിട്ടുണ്ട്. ഞാൻ അപ്പൊ താനാണല്ലേ? താനൊക്കെ എവിടെ നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നേ? ഒന്നും പറയണ്ട. പിന്നെ അശ്രദ്ധ കൊണ്ടാ. അവനാണ് എന്നെ ഇവിടെ എത്തിച്ചത്, ഇതൊക്കെ ചെയ്തു തന്നത്. തള്ളേ, നിങ്ങൾക്കൊന്ന് നോക്കിയും കണ്ട് നടന്നൂടെ? അതിനെവിടെ നടക്കല്ലേ കഷ്ടം ഇരിക്കണില്ലേ മനുഷ്യനെ മേലക്കെടുത്ത. പേരെന്താണ്? ഇർഫാൻ. വീടോ? വലിയ വെള്ളിൻ്റെ അടുത്ത്. പിന്നെ കാര്യം സംസാരിക്കാം. കാശ് ചെലവുള്ള കാര്യമാണ്. തൽക്കാലം 10,000 കൊടുക്ക്, ബാക്കി നമുക്ക് ഡീൽ ചെയ്യാം. ശരി, ഞാൻ നേരിട്ട് സംസാരിച്ചോളാം. എന്തായി? ചക്ക മോടെയാണ് മോനെ, മോള് സംസാരിച്ച് താല്പര്യമില്ല, നേരിട്ട് ഡീൽ ചെയ്താണ്. അത് ശരി. ഇത്രയൊക്കെ പണിയൊപ്പിച്ചിട്ട് പിന്നെയും നെഞ്ഞത്ത് കയറാൻ വരെടാ പന്നി. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഒരാട്ടി മുന്നോട്ട് വെച്ചോണ്ടോ കൊന്നുകളി വിടറാ നായ. മനസ്സിലായോ എനിക്ക്? എന്താ ചേച്ചി കേട്ടാ? ശ്രീകാന്തേ, നോക്കി വെച്ചോനെ. വിഷയാക്കണ്ട, നമുക്കെടുക്ക. ഈ മാനേജർമാരുടെ ശ്രദ്ധയ്ക്ക് ഗ്രൗണ്ടിൽ എത്രയും പെട്ടെന്ന് ടീം മാനേജർമാർ ഗ്രൗണ്ടിൽ അടയ്ക്കേണ്ടതാണ്. ടീമുകളുടെ ശ്രദ്ധയ്ക്ക്
എന്താണ്ടാ അതെന്നെ അടിച്ചൂട്. നാളെ കാണാം. ടൂർണമെന്റിലെ അടുത്ത മത്സരം എന്തിനു മാറ്റണം? അവളുടെ പിണക്കം മാറ്റേണ്ട കാര്യം എന്താ? ഈ വീടിന്റെ ഏറ്റവും വലിയ ആത്മാഭിമാനമായിരുന്നു. ആ വിവാഹം മുടക്കിയ വർഷേ നാളെ പോയി കണ്ടാ മതി. മിണ്ടരുത്. നീ ഇപ്പൊ പുറത്തേക്ക് എങ്ങനെ പോവാന്നുള്ള വാതിൽ അന്വേഷിച്ച് നടക്കാണ്. 130. കുഴപ്പമൊന്നുമില്ല കേട്ടോ. പ്രഷറൊക്കെ നോർമലാണ്. വളരെ ഉഷാറാണ്, ആരോഗ്യവതിയാണ്. നാളെ പോവാട്ടോ വീട്ടിലേക്ക്. മുറിവൊന്നും വേദനയില്ലല്ലോ? ആ ഓക്കെ. സിസ്റ്റർ അത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ. ശരി. അനക്ക് ബുദ്ധിമുട്ടായില്ലേ? കാപ്പി. കാപ്പി കുടിക്കോ? കാപ്പി എപ്പോഴാ വന്ന? കുറച്ചു നേരം വന്നിട്ട് ഇപ്പം അമ്മ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ചന്ദ്രേട്ടൻ കുറച്ച് കുഴപ്പക്കാരനാ. എപ്പോഴാ എന്താ പറയാന്നൊന്നും അറിയില്ല. നിങ്ങളത് ഞാനപ്പം തന്നെ മറന്നു. മോനൊന്നും മനസ്സിൽ വെക്കണ്ടാട്ടാ. മാമനെ കാണാനില്ലല്ലോ അമ്മേ. എന്തെങ്കിലും തിരക്കുണ്ടാവും, ഇപ്പൊ വരും. കഞ്ഞി എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലാസ്കിൽ കുറച്ച് കാപ്പിയുണ്ട്. കഴിക്കാനുള്ള മരുന്ന് ഇതാ അവിടെ ഉണ്ട്. നേരെ ഒരുപാടായി. മാമൻ എവിടെ എങ്ങനെയുണ്ട്? എവിടെയായിരുന്നു ഇത്ര നേരം? ഞാൻ വാണിയംകുളം കച്ചവടത്തിന് പോയതാ. അത് കഴിഞ്ഞ് പെരുമ്പലാവിൽ വന്ന് രമണിയെ വീട്ടിൽ കൊണ്ടാക്കിയില്ല ഇപ്പൊ വരണേ. മാമ ഞാൻ ഇറങ്ങാം. മോൾ പോയിക്കോ. അമ്മേ ശരി. ഇറങ്ങട്ടെ, ലേറ്റ് ആയില്ലേ? ശരിയാണ്, ഞാൻ വരാം. അങ്ങോട്ടാക്കി തരാം. വേണ്ട സാറില്ല, ഞാൻ കേട്ടാ. വാ. കവറ് അത് പിടിക്കണം. ഇത് നമ്മളെ കിളിയെത്തിയ നമ്മളെ ചന്ദ്രട്ട മങ്ങളെ എന്താ അവിടെ ഈ സ്ഥലം ഏതാ നിനക്കറിയോ? കണക്കെന്താടാ വിളിച്ചടപാട്? നിന്നോട് ചോദിച്ചത് ഏതാണ് കവർ പോട്ടെ. അന്നെ വിളിച്ചു കേട്ടോടാ. ഈ അല്ലാണ്ട് കൊടുക്കല്ലേ? കിട്ടൂടൊക്കെ സാറ് വന്നിട്ടുണ്ട്. ഞാൻ പോയിട്ട് വരാം. എല്ലാം ശരിയാവൂടും.
ഇർഫാനെ ഇപ്പൊ ഇതൊന്നും വേണ്ടാന്ന് തോന്നണ്ട. നമുക്ക് കണ്ട് വരണ്ടായിരുന്നല്ലേ? ഞാൻ പലവട്ടം പറഞ്ഞല്ലേ. ഇതല്ലാണ്ട് വേറെ ഒന്നും തോന്നിയില്ലടോ. അത് ഞാൻ വിട്ടുകൊടുക്കൂല. സാറേ, ഇതാ ഞാൻ പറഞ്ഞ കലീൽ. നമുക്ക് വേണ്ടപ്പെട്ട ആളാ. കലീലേതാ? ആ ചെക്കൻ്റെ ഏട്ടനാ. ഏത് ചെക്കൻ്റെ? ആ പെണ്ണിൻ്റെ ഒപ്പം വന്ന ഇയാൾക്കാണോ ഷോപ്പിംഗ് കോംപ്ലക്സ് പ്ലാസ? ആണോ? ആ, ഇരിക്കിരിക്കെ. താങ്ക് യു സാർ. അപ്പോൾ കാര്യങ്ങൾ എന്തായി? സാറേ, അന്വേഷിച്ചപ്പോൾ പെണ്ണും പെണ്ണിൻ്റെ വീട്ടുകാരൊന്നും അത്ര നല്ലവരൊന്നല്ല. ഇത് ഇമ്മാതിരി പെണ്ണുങ്ങൾ സ്ഥിരം പരിപാടിയാ. വലിയ വീട്ടിലെ ചെക്കന്മാരെ വല വീശി പിടിക്കല്. ഏതാണ് ഇവൻ? നമ്മൾ ചെങ്ങായ. ഞാൻ ആ ചെറുക്കനെയും പെണ്ണിനെയും അത്യാവശ്യം പേടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയെല്ലാം നിങ്ങളെ മിടുക്ക് പോലെ ഇരിക്കും. അത് മതി സാറേ, അതൊന്ന് സഹായിക്കാൻ നമ്മളെ. അതൊക്കെ നമുക്ക് ശരിയാക്കാം. എടോ, ഇവർ ആ ചെറുക്കൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകും. ബാലൻസ് ഇതറേ. ആ കേട്ടേ. അതെ, ഇത് 1500 ഉള്ളോ? അത്രേ ഉള്ളൂ എന്നാ പറയണേ. 1800 1800. ആ, ചെക്കന്മാരോട് ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ ഇവരെ പറഞ്ഞു വിട്ടോളൂ. ആ, ജാവോ ജാവോ ജാവോ. തനിക്ക് ഈ മൂന്നാംകട പരിപാടിയൊക്കെ നിർത്തിക്കൂടെ? അത് വിട് സാറേ. ഞാൻ CA കണ്ട വിധം കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എല്ലാ കാര്യം ഞാൻ ഒറ്റയ്ക്ക് ഒരാളെ ശ്രമിച്ചോണ്ടൊന്നും കാര്യമില്ല. അവന്മാരെ ആഞ്ഞ് ശ്രമിക്കുന്നുണ്ട് തന്നെ കൊടുക്കാൻ. ചെന്ന ചെറു കാര്യം പറയും. ചെല്ലുന്നു. ഇന്ന് കയറ്റിക്കാൻ ഇടപാട്. അത് കുഴഞ്ഞു കേസാണ്.